ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. അതാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ മിക്കൂസ് ഇങ്ങനെ കിടന്ന് ഇച്ചിരി ഉറങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ എഴുന്നേറ്റ് പോയി. പിന്നെ ഇതേ കണ്ടില്ലേ, കതക് ഞാനിങ്ങനെ ഒന്ന് ചാരി വെച്ചിട്ടാണ് പിന്നെ പോകുന്നത്. ഇല്ലെങ്കിൽ കിയാറ് നേരെ കയറി അവൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ നമ്മൾ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അത് കാരണം കതകൊന്ന് ചാരി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കിയാര പുറത്തുണ്ടായിരുന്നേ. അവൾ രാവിലെ എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ച് ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നിൽക്കുമ്പോഴത്തേനും ഞാനും വന്ന് പിന്നെ ദേ അവളെനിക്ക് കാണിച്ചു തരും. അതേ പുറത്ത് കോഴിയൊക്കെ നിൽക്കുവാണ്. അപ്പോൾ രാവിലെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ രാവിലെ എടുത്ത് പുറത്തൊക്കെയൊക്കെ ഇട്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞിൻ്റെ തുണിയൊക്കെ ഞങ്ങളെടുത്ത് അകത്തിടും. രാവിലെ ആകുമ്പോഴത്തേനും എടുത്ത് പുറത്തേക്കൊക്കെ ഇടും കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് വന്ന് പല്ല് തേക്കുന്നു. രാവിലെ അവളൊരു പ്രാവശ്യം ഞാൻ അവൾക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താണേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ഒപ്പം വീണ്ടും പല്ല് തേക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഞാൻ പിന്നെ എടുത്ത് ഇച്ചിരി പേസ്റ്റും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവളുടെ പുറകിൽ ദേ കിടക്കുന്നില്ലേ, അത് കുഞ്ഞ് വാക്കർ. ഇവൾ കുഞ്ഞായിരുന്നപ്പോഴത്തേനും മേടിച്ചു കൊടുത്ത വാക്കറാണേ. അപ്പോൾ ഇനി അത് മിക്കൂസിന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുമായിരുന്നു. ഇവൾ അതിൻ്റെ മുകളിൽ പോയി എടുത്തിട്ട് വന്നതാണ്. പിന്നെ ദോശയായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. ഇത് ബീഫ് ചില്ലി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അതങ്ങനെ ഇരിക്കുന്നത് കറിയായിട്ട് വേണ്ടതെന്ന് ഓർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്. അങ്ങനെ ദോശയും ബീഫ് ചില്ലിയായിരുന്നു. ചമ്മന്തിക്കറിയും ദോശയായിരുന്നു കേട്ടോ. ചമ്മന്തിക്കറി ഞാൻ എടുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളിരിക്കുകയാണ്. കിയാരയ്ക്ക് രാവിലെ ദോശയും ചമ്മന്തിയും കൊടുത്ത് അവളിപ്പോൾ അതേ കഴിക്കാൻ മടി കാണിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. ഇച്ചിരി ദോശയും ചമ്മന്തിയും പാലൊക്കെ കഴിച്ചിട്ട് അവളങ്ങനെ എൻ്റെ കൂടെ ഞാൻ കഴിക്കാതിരുന്നപ്പോൾ എൻ്റെ ഒപ്പം വന്നാണ്. അങ്ങനെ ഇച്ചിരിയൊക്കെ കൊടുത്ത് കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സി സെക്ഷന് ഇത്രയൊക്കെ പെയിനുള്ളോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ശരിയാണ്, എനിക്ക് വലിയ യാതൊരു ബുദ്ധിമുട്ടും അങ്ങനെ ഇല്ലയെന്ന് തന്നെ പറയാം. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു. കൃപാസനം എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ഇതുവരെയും പുതുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പക്ഷേ അതിനുശേഷമൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇവരെയൊക്കെ കൊണ്ടുപോയി പുതുക്കുന്ന കാര്യമൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ ഞാൻ മിക്കവാറുമൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇപ്പോൾ പോയിട്ട് കുറച്ചായി. മിക്കൂസിനെയൊക്കെ പിന്നെ പ്രഗ്നൻ്റ് ആയ ശേഷം പിന്നെ ഞാനങ്ങനെ പോയിട്ടില്ല. ആ മാതാവിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. കാര്യം നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ള കാര്യം എനിക്ക് 100% എനിക്കതറിയാം. അപ്പോൾ ആ മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഉള്ളത് കൊണ്ടും ഞാൻ എപ്പോഴും ആ കാശ് രൂപ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടേക്കും. ഞാനങ്ങനെ അത് മാറ്റാറില്ല. അത് മാറ്റുവാണെങ്കിൽ എൻ്റെ ബാഗിലെങ്കിലും അത് കാണും. അപ്പോൾ അത്രയും എനിക്ക് ആ ഒരു വിശ്വാസമാണ്. ഇത് ഇന്നലെ അച്ചപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. ആ അച്ചപ്പം രാവിലെ എടുത്ത് വെച്ചിട്ട് ഞാൻ വിരലിലൊക്കെ ഇട്ട് കൊടുത്ത്, എന്നിട്ട് കഴിക്കാനായിട്ട് അവൾക്ക് കൊടുത്ത്. സാധാരണ ആൾ അച്ചപ്പം അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇതിങ്ങനെ വിരലൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അവളിങ്ങനെ കഴിച്ചു കേട്ടോ. ഇച്ചിരിയൊക്കെ കഴിച്ചു. പണ്ടത്തെ ഒരു ഓർമ്മയാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്. ഈ കട്ടൻ ചായയും ഈ അച്ചപ്പമൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം ഓർമ്മ വന്നു എനിക്കതൊക്കെ. പിന്നെ രാവിലെ അമ്മ അംഗൻവാടിയിൽ പോയപ്പോൾ കിട്ടിയ സാധനമാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്ക് ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്തോ ശർക്കരയും ചെറുപയറും അവിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവിലില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വലിയൊരു പാക്കറ്റ് അവിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ ഇതും അമൃതം പൊടിയൊക്കെയാണ് കിട്ടിയത്. മിക്കൂസ് രാവിലെ ചുമ്മാ കളിച്ച് കിടപ്പുണ്ട്. ഇന്നലെ ആണെങ്കിൽ അവനങ്ങനെ ഉറക്കിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഉറങ്ങിയപ്പോഴത്തേനും. അതുവരെ അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവേ. രാവിലെ ആണല്ലോ ഇവന് ഉറക്കമുള്ളത്. അങ്ങനെ രാത്രി ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കും. അപ്പോൾ കിയാര ഉള്ളത് കാരണം കിയാരെ ഉറക്കിയിട്ട് പിന്നെ ലൈറ്റ് ഇടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കിയാര ഉറങ്ങിയ ശേഷം പിന്നെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇവനങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ കിടക്കും. അങ്ങനെയൊക്കെയാണ്. അതേ കണ്ടില്ലേ, ചിരിച്ചുകൊണ്ടൊക്കെ കിടപ്പുണ്ട്. രാവിലെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴക്കാറ്. കുഞ്ഞിൻ്റെ തുണിയാണെങ്കിൽ എല്ലാം പുറത്തിട്ടേക്കുക. അങ്ങനെ അതെല്ലാം എടുക്കാമെന്ന് ഓർത്ത് ഇരുന്ന്. പിന്നെ വിചാരിച്ച് ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വെയിൽ വന്നാലോ. അങ്ങനെ പിന്നെ ഞാൻ ഓർത്താ ഇനിയിപ്പോൾ എടുക്കണോ വേണ്ടേ എന്നിങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് കേട്ടോ. അതേണ്ട ഇതുപോലെ ഈ സ്റ്റാൻഡിലൊക്കെയാണ് തുണി ഇങ്ങനെ ഇടാറുള്ളത്. ചേട്ടന് ഇങ്ങനെ ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞ ചെമ്പരത്തി പൂത്തപ്പോൾ തോന്നി എന്നാൽ വീഡിയോ എടുത്തേക്കാമെന്ന്. മഞ്ഞയും അകത്തിങ്ങനെ റെഡ് കളറും വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ.
ഇത് ഞങ്ങളവിടെ പാലൂടെ മേളയ്ക്ക് പോയപ്പോഴത്തേനും മേടിച്ചതാണേ. അതിപ്പോൾ മൊട്ടൊക്കെ വന്ന് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി വലുതൊന്നും ആകത്തില്ല, ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷെ നിറച്ച് മൊട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇവരുടെ വീട്ടിലൊക്കെ ആണെങ്കിലും എലി അതുപോലുള്ള സാധനങ്ങൾ വരെ ഉണ്ടായിരുന്നു. വെള്ള എലി, മുയൽ, അത് ഇത് ചപ്പ് ചവറെല്ലാം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു സംഭവം ഈ ചെടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് പുള്ളിക്ക് എനിക്ക് വന്നിട്ടുള്ള ഭയങ്കര ഇഷ്ടം. സ്വന്തമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഇതൊക്കെയാണ്. ഇത് ചേച്ചിയുടെ അവിടെ പോയപ്പോഴത്തേനും ഡ്രാഗൺ ഫ്രൂട്ടില്ല, അതിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയി കുത്തിവെച്ചാണ്, നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇതേ നല്ല വെയിലും വന്ന് പിന്നെ ഇനി മിക്കൂസിനെ കുളിപ്പിക്കുക, എനിക്ക് കുളിക്കണം, കിയാരയ്ക്ക് കുളിക്കണം. ഞങ്ങൾ രാവിലെ 3 പേരുടെയും കുളി കഴിയും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള പണി. ഇത് ഈ ചെടി നല്ല ഭംഗിയില്ല, പക്ഷെ ഉണങ്ങിപ്പോയി. ഇതിന് മാത്രം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വെള്ളം കിട്ടാറില്ല കേട്ടോ. ബാക്കി ചെടിക്കൊന്നും പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ, മിക്കവാറും മഴ ആയതുകൊണ്ട് അതിനൊന്നും വെള്ളം ഒഴിക്കണ്ട. പക്ഷേ ഇതിന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഇതിന് വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല. അങ്ങനെ ഇത് ഉണങ്ങി, ഞാൻ ആ ഉണങ്ങിയ സാധനം മാത്രം എടുത്താൽ കളയാമെന്ന് കരുതി. കോപ്പിക്കോടെ മുട്ടായും കിട്ടി ഒരാൾക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമായി. രാവിലെ അമ്മ അംഗൻവാടിയിൽ പോയപ്പോഴേ കിയാര പറഞ്ഞു വിട്ടാണ്, മമ്മി എനിക്ക് കോപ്പിക്കോടെ നല്ല ലോലിപോപ്പിൻ്റെ മുട്ടായി മേടിച്ചിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞു വിട്ടാണ്. അമ്മ മറന്നുപോയി മേടിക്കാൻ. പിന്നെ തിരിച്ച് വന്ന് അമ്മ ദേ അവളെയും കൊണ്ടുപോയി മിഠായി ഒരു ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. ബിസ്ക്കറ്റ് അങ്ങനെ വലിയ കഴിക്കാറില്ല, ചിലപ്പോൾ ഇടയ്ക്ക് കഴിക്കുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ മേടിക്കാൻ പറഞ്ഞു. പിന്നെ അത് എൻ്റെ കൂടെ തുണി എടുക്കാനായിട്ട് പുറത്ത് വന്നു. ഇനി മഴ പെയ്താലോ എന്ന് കരുതി എല്ലാ തുണി ഞാൻ ഇതിൽ പറക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.